ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ. അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ സച്ചി രേവതിക്ക് ഒരു ഹലുവയൊക്കെ സമ്മാനമായിട്ട് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ കോഴിക്കോടൻ ഹൽവ, ഇത് രേവതിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട്, അപ്പോൾ ഇത് ഹോളിൽ വെച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ശ്രുതിയും ചന്ദ്രമതിയൊക്കെ കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല ശ്രുതിയും ചിലരൊക്കെ പറഞ്ഞിരുന്നു, ഡ്രൈവർ പണിയാണെങ്കിൽ ഒന്നും നടക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനേ ഒരു കാർ ഡ്രൈവർ. എനിക്ക് ഒരു ജോലിയുണ്ട്, ജ്വാലി. എന്തുണ്ട്? ജ്വാലി. ശ്രുതിയാണ് തലയും കുനിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. ഞാൻ ഭാര്യയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ നല്ല സന്തോഷത്തിലാണ്. രേവതി അലുവ കഴിക്കുക, വാ തുറക്ക്. അപ്പം ഞാൻ പിന്നെ കഴിച്ചോളാം. ഇപ്പം കഴിക്കണം. അവരൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? അവരവിടെ ഇരുന്നാ എന്താ? അവർ വായിൽ വെള്ളം ഇറക്കി ഇരിക്കട്ടെ, നീ അലുവ അങ്ങോട്ട് ഇറക്കുക, ഇത് നിനക്ക് കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ കൊണ്ടുവന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് വായിലേക്ക് വെച്ച് കൊടുക്കാൻ നോക്കുക. ബാ, നമുക്ക് അകത്തിരുന്ന് കഴിക്കാം, നമ്മൾ വീട്ടിനകത്തല്ലേ, നീ കഴിക്ക്. അവസാനം രേവതി കഴിക്കോട്ടെ അവൻ്റെ നിർബന്ധം കൊണ്ട്. അവൾ രേവതിയുടെ കഴിപ്പൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ചന്ദ്രമതിയാണെങ്കിൽ കോലി മൂത്തിങ്ങനെ നിൽക്കുക. നന്നായിട്ടില്ലേ? ആ, നന്നായിട്ടുണ്ട്. എന്നാ കഴിക്കാം അടുത്തത്. വേണ്ട 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 വേണ്ട, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്താ കാണിക്കുന്നത്? ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഞാൻ എൻ്റെ മരുമോൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കും. ഞാനിപ്പോൾ ആരെയാ ബോധിപ്പിക്കണ്ടേ? പൗഡറേട്ടത്തി, ഞാൻ ജോലിക്ക് പോയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് അലുവ മേടിച്ചു കൊടുത്തു. അല്ലാണ്ട് ജോലിക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒന്നും പറയാറില്ല. ചുമ്മാ ഇരിക്കും സച്ചേട്ടാ. ഏത് ജോലി ചെയ്യുന്നു എന്നല്ല വിഷയം, ജോലി ചെയ്തിരിക്കണം. അതിപ്പോൾ ഡ്രൈവർ ആയിരുന്നാലും സ്ക്രൂ ഡ്രൈവർ ആയിരുന്നാലും ജോലി ചെയ്യണം. എന്നാലേ വീട്ടിലെ നാട്ടിലും മര്യാദ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വെറും സീറോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക കേട്ടോ. നീ കഴിക്ക് രേവതി അങ്ങോട്ടെന്നും പറഞ്ഞ് വായിലേക്ക് തിരികെ വെച്ച് കൊടുക്കുക. എൻ്റെ പൊന്ന് സച്ചേട്ടൻ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ടോ. അവൻ പറഞ്ഞു കേട്ടില്ലേ ആൻറ്റി? സുധിയെ കാര്യത്തിൽ കുത്തി നോവിക്കുകയല്ലേ? എൻ്റെ പൊന്ന്, അല്ലെങ്കിൽ തന്നെ സുധി ഫീൽ ചെയ്തിരിക്കുക. അതിന് മേലതേ അവനും. അപ്പോൾ അവനെ വിട്. 1 കിലോ അലുവ മേടിച്ചു കൊടുത്തിട്ട് ഒരു ബംഗ്ലാവ് മേടിച്ചു കൊടുത്ത പോലെയാ സംസാരിക്കുന്നത്. അവള് തീ കാഞ്ഞിരിക്കുവാണല്ലോ. അവള് ഒക്കെ അവിടെ തീയിട്ടിട്ട് ഇതൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്ന് കണ്ടറിയാം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് കണ്ടറിയാം. മോള് പേടിക്കുകയേ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്തായാലും നമ്മുടെ രവീന്ദ്രൻ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രമതിയോട് സുധിയുടെ ജോലിയുടെ കാര്യമല്ലോ ശരിയായോ? ഇല്ല, ശരിയായില്ല. അവൻ നോക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. സച്ചി അവന് സമാധാനം കൊടുക്കുന്നേയില്ല. രേവതിയോട് മാത്രമാണ് സ്നേഹം. നേരത്തെ ആണെങ്കിൽ അലുവ മേടിച്ചുകൊണ്ട് വന്ന് വായിലേക്ക് വെച്ചു കൊടുത്തു. നമ്മളെയൊക്കെ കയ്പുനീര് കുടിപ്പിക്കുക. എന്തെങ്കിലും കാരണം കണ്ടെത്തി അവൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും അവരെ വേറെ വിടണമെന്ന്. ആഹാ, നീ ഇതുവരെ വിട്ടില്ലേ എന്നിട്ട് രവീന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ്. പറ്റില്ല, നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. മറ്റുള്ളവർക്ക് സമാധാനത്തോടെ കഴിയണമെങ്കിൽ അതേ വഴിയുള്ളൂ. അവർ കാരണം നമ്മൾ ഹാളിലല്ലേ കിടക്കുന്നത്, നേരെ വണ്ണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നമുക്ക് ഈ നാട്ടിൽ അമ്മയുടെ കൂടെ പോയി താമസിക്കാം. അപ്പം മുറിയിൽ അവിടെ നല്ല കാറ്റും, എന്താ രസം. അതെ, ഞാനിവിടെ തന്നെ താമസിക്കും, ഇതെൻ്റെ വീടാ. അപ്പം എന്നാൽ സച്ചിൻ രേവതി ഇവിടെ തന്നെ താമസിക്കും, അതിനും ഒരു മാറ്റമില്ല. ഇനി നീ ഈ കാര്യം എന്നോട് പറയരുത്. അത് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്, പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് താലപ്പൊലി ഘോഷയാത്ര പോലെ എന്തോ ഒരു സംഭവം. കുറേ സെറ്റ് സാരി എടുത്ത പെണ്ണുങ്ങൾ കുറേ താലത്തിൽ എന്തൊക്കെയോ തട്ടിലൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് വരുവാണ് കേട്ടോ. ഞെട്ടിപ്പോയി. ഇതെന്താ താലപ്പൊലി ഇങ്ങോട്ട്? ഏതമ്പലത്തിൽ നിന്നാ? സച്ചി, സുധി, ശ്രീകാന്തേ. അപ്പം സച്ചി ഓടി വന്നു. ശ്രുതിയൊക്കെ വന്നു. അങ്ങോട്ട് നോക്കിയേടാ. താലപ്പൊലിയോ എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അതിൻ്റെ പുറകിലായിട്ട് വേറൊരു പട്ടുസാരി ഉടുത്ത താലപ്പൊലി വരുന്നത്. പക്ഷെ തട്ടത്തിലിരിക്കുന്നത് ഒരു സ്വർണത്തിൻ്റെ പാത്രമാണ് കേട്ടോ. മഹിമ എന്നും പറഞ്ഞുകൊണ്ട് കണ്ടപ്പോൾ ചന്ദ്രമതി, അതായത് നമ്മുടെ വർഷയുടെ അമ്മയാ, ശ്രീകാന്തേ, വർഷേ, ഇത് ആരാ വന്നേന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി വിളിച്ചു കേട്ടോ. എന്നിട്ട് മഹിമയെ ക്ഷണിക്കുക. വാ മോനെ, വാ മഹിമേ, വാ എന്നും പറഞ്ഞ് ക്ഷണിക്കുകയാണ്. എന്തായാലും വർഷ വന്നു. അമ്മേ, സുഖമായിട്ടിരിക്കുന്നോ? മോള് സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷമൊക്കെ പങ്കുവെക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ പണിയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് സച്ചിക്ക് മനസ്സിലായി. വലിയ ബിൽഡപ്പൊക്കെ കൊടുത്താണല്ലോ വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ മഹിമ പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞില്ലേ പൊങ്കലിന് മുമ്പ് തട്ടുമായിട്ട് വരുന്ന അങ്ങനെ ഒരു ചടങ്ങ് ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തോട്.
ഇത്ര പെട്ടെന്ന് സ്ത്രീകളെയൊക്കെ കൂട്ടി ആഘോഷത്തോടെ വരുമെന്ന് ഞാൻ കരുതിയിട്ടില്ല കേട്ടോ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ, ഇത് ഞങ്ങളുടെ കടമയല്ലേ, 12 തട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, 50 തട്ട് കൊണ്ടുവരണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അത്രയും തട്ട് വെക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ലല്ലോ, ഞങ്ങളുടെ വീടിനേക്കാൾ ചെറുതല്ലേ ഈ വീട്, അതാ കൊണ്ടുവരാതിരുന്നത്. ഓ, കുറച്ചുകൂടെ നേരത്തെ പറയുമായിരുന്നെങ്കിൽ തട്ട് വെക്കാൻ ഈ വീടൊന്ന് പുതുക്കി പണിയായിരുന്നു. അതെ, 50 അല്ല 500 തട്ട് ഇവിടെ വെക്കാം, ഇത് വലിയ വീട് തന്നെയാ. അപ്പോഴേക്കും സച്ചിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, മതി സച്ചിയെ. മഹിമേ, ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ ഇത്ര ആർഭാടമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? സിമ്പിളായിട്ട് ചെയ്താൽ പോരെ എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ, അതെ, ഞങ്ങളുടെ പേരിനും പെരുമയ്ക്കും ഒത്ത രീതിയിൽ തട്ടുകൊണ്ടുവരണ്ടേ, ഞങ്ങളുടെ മഹിമ സമൂഹത്തിൽ എത്രത്തോളം ആണെന്ന് അറിയണ്ടേ. എന്നിട്ട് ഒരു ജ്വല്ലറി ബോക്സ് തുറന്നിട്ട് ഒരു വൈരത്തിൻ്റെ നെക്ലേസ് വാങ്ങിക്കും മോളെ. അങ്ങനെ നോക്കുകയാണ് നമ്മുടെ വർഷ. ഓ, എൻ്റെ പൊന്നെ, ചന്ദ്രമതിയുടെ വായൊന്ന് കാണണം, വായടക്ക് ഈച്ച കയറും എന്ന് സച്ചി. ഇതെന്താ ഇങ്ങനെ തിളങ്ങുന്നേ, ഇത് ഡയമണ്ട് ആണോ എന്ന് ചന്ദ്രമതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആ അതെ. അപ്പോൾ വർഷ ചോദിച്ചു, ഇത് നിങ്ങൾ ദുബായിക്ക് പോയപ്പോൾ മേടിച്ചതല്ലേ? അതെ അതെ. എന്തായാലും നമ്മുടെ ചന്ദ്രമതി അത് വാങ്ങിച്ച് വർഷയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അയ്യോ, എന്നോ സുന്ദരിയാ മോളെ, എന്താ ഭംഗി. എനിക്ക് ആഭരണമൊന്നും ഇഷ്ടമല്ല, ഇത് ഊരി വെക്കാം. വേണ്ട, ഇത് കഴുത്തി കിടക്കട്ടെ, എന്തൊരു ഭംഗിയാ. ശ്രുതി കണ്ടോ, ഈ നെക്ലേസ് ഇട്ടപ്പോൾ വർഷ കൂടുതൽ സുന്ദരിയായില്ലേ? ശ്രുതിക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ. ശരിയാ സച്ചി രേവതിയോട് പറഞ്ഞു, ഇനി അമ്മ അവളെ താഴെ വെക്കത്തേയില്ല, മഹിമ അങ്ങോട്ട് ഇരിക്കുക എന്ന് രവീന്ദ്രൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മഹിമ ആ നെക്ലേസ് എടുത്ത് മാറ്റിയിട്ട് അടുത്ത 2 കവർ എടുത്തു. എന്നിട്ട് ശ്രീകാന്തിന് ഡ്രസ്സ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വർഷയ്ക്കും ഡ്രസ്സ് കൊടുത്തു. അതിനുശേഷം ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. അതെ, ഇത് ചന്ദ്രമതിക്കും ഇദ്ദേഹത്തിനും ഉള്ളതാ, കാഞ്ചീപുരം പട്ടുസാരിയും ഷർട്ടും മുണ്ടും ഒക്കെയാണ്. അത് കുട്ടികൾക്ക് മാത്രം വാങ്ങിയാൽ പോരായിരുന്നോ, ഞങ്ങൾക്ക് എന്തിനാ വാങ്ങിച്ചത് എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ, അതൊക്കെ അവരുടെ ഒരു സന്തോഷമല്ലേ, മഹിമ ഇങ്ങ് ഇങ്ങോട്ട്, ഇതേ ഞാൻ ഇങ്ങനെയൊക്കെ പറയും. അയ്യോ, അടിപൊളി സാരി, ഈ കളർ എനിക്ക് നന്നായിട്ട് ചേരും, നല്ല എടുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി. അപ്പം വില കേട്ടാൽ തലകറങ്ങി വീഴും, വളരെ കോസ്റ്റ്ലിയാ. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, തലകറങ്ങി വീഴുമെന്ന് നോക്കട്ടെ, വില പറയുക. അപ്പം ചന്ദ്രമതി പറഞ്ഞു, മിണ്ടായിരിയടാ മഹിമ ഇങ്ങോട്ട് ഇരുന്നേ അങ്ങോട്ട്. അങ്ങനെ മഹിമയെ പിടിച്ചിരുത്തി. അങ്ങനെ ചന്ദ്രമതി ഇരിക്കുക, രേവതി നോക്കിയിരിക്കാതെ പോയി കോഫി എടുത്തിട്ട് വാ. അങ്ങനെ രേവതി കോഫി എടുക്കാനായിട്ട് പോയിട്ടോ. ചന്ദ്രമതിയും രവീന്ദ്രനും കൂടി ഇരിക്കുക കേട്ടോ. ശ്രുതിയും അപ്പുറം ഇരുന്നു. ആ ദേ, ഇതിനകത്ത് സ്വർണവും പണമൊക്കെ ഉണ്ട് കേട്ടോ. ഈ തട്ടിനകത്ത് ഫ്രൂട്ട്സും സ്വീറ്റ്സും മാത്രമല്ല ഈ തട്ടിലുള്ളത്, എടുത്തൊക്കെ വെച്ചേക്കണേ. അല്ല, നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്, എന്നാലും അവളുടെ അച്ഛൻ ഇതുവരെ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ, എന്താ അദ്ദേഹം വരാത്തത് എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ, അദ്ദേഹത്തിന് ജോലിത്തിരക്കുണ്ട്, അതാ. എല്ലാ തവണയും ഇത് പറയുന്നതല്ലേ, ഇവിടേക്ക് വരില്ല എന്നുള്ള വാശിയിലായിരിക്കൂലേ. അപ്പോൾ മഹിമ പറഞ്ഞു, അങ്ങനൊന്നുമില്ല. അപ്പോൾ ചന്ദ്രമതി ചോദിച്ചു, ഇപ്പോൾ എന്തിനാ അതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മകളെ കാണും, ഒരു ദിവസം അദ്ദേഹം ഇതിപ്പോൾ വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ, പിന്നെ എന്താ? അപ്പോഴാണ് സച്ചി നോക്കിയപ്പം നമ്മുടെ രേവതിയുടെ അമ്മ പുറത്തുനിന്ന് ഒരു തട്ടുമൊക്കെ ആയിട്ട് പാവം വരികയാണ് പൊങ്കലിന് മകളെ വീട്ടുകാരെ ക്ഷണിക്കാനൊക്കെ ആയിട്ട്. പൂവും കുറച്ച് പഴമാണ് തട്ടിനകത്ത് ആകെ ഉള്ളത്. അവിടെ ലക്ഷ്മി പുറത്തുനിന്ന് വരുന്നത് കണ്ടതും സച്ചി അമ്മാന്ന് പറഞ്ഞ് ഓടിച്ചെന്നു കേട്ടോ. അതൊന്നും ഇഷ്ടപ്പെടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചന്ദ്രമതി. ചന്ദ്രമതി ലക്ഷ്മി കയറി വന്നു. അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ വാ 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 ലക്ഷ്മി. ആഹാ, ഇതാരിത്, വർഷയുടെ അമ്മയോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ വന്നത്. എന്തെങ്കിലും വിശേഷമുണ്ടോ? വർഷയുടെ അമ്മ വരുന്നത് ഇവിടെ നിന്നെ വിളിച്ചറിയിക്കേണ്ട കാര്യമുണ്ടോ? വിശേഷം ഉണ്ടായിട്ടാണോ ഇങ്ങോട്ടേക്ക് വരുന്നത്? അല്ല, നീ എന്ത് വിശേഷം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചന്ദ്രമതി എടുത്തടിച്ച പോലെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, പൊങ്കലിന് തട്ടുമായിട്ട് വന്നതാ. അയ്യോ, അത് കണ്ടപ്പോൾ മനുഷ്യനായി. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, മിണ്ടായിരിക്കും ചന്ദ്രമതി. രേവതി മോളെ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ വിളിക്കുക. ചന്ദ്രേ, നീ തട്ട് മേടിച്ചേ. ചന്ദ്ര എഴുന്നേക്കുന്നില്ല കേട്ടോ. ചന്ദ്രേ, എഴുന്നേക്കാൻ. പകുതി വിലയ്ക്ക് മേടിച്ച കേടായ കുറേ ഫ്രൂട്ട്സും നിൻ്റെ പൂക്കടെ ബാക്കി വന്ന കുറേ ചീഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് വന്നേക്കുന്നു എന്നൊക്കെ ചന്ദ്രമതി ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയുക. ഇതൊക്കെ കേട്ടോണ്ടാണ് രേവതി വരുന്നത്. സച്ചി പറഞ്ഞു, നിങ്ങളെപ്പോലെ ചീഞ്ഞളിഞ്ഞ മനസ്സുള്ളവർക്ക് ഇത് തന്നെ ധാരാളം. ദേ, നിങ്ങൾ ഈ തട്ട് വാങ്ങിക്കണ്ട, എൻ്റെ അച്ഛൻ വാങ്ങിച്ചോളൂ ഈ തട്ട്. അച്ഛൻ വാങ്ങിക്കുക. സച്ചി, നീ മിണ്ടാതിരുന്നേ. 2 പേരും ചേർന്ന് തന്നെ ഇത് വാങ്ങിക്കും. ചന്ദ്രേ, വാങ്ങിക്കുക ചന്ദ്രേ എന്ന് പറഞ്ഞു നമ്മുടെ രവീന്ദ്രൻ ഒന്ന് പേടിപ്പിച്ചു. എന്തായാലും ചന്ദ്രമതി ആ തട്ട് മേടിച്ചു. എന്നിട്ട് അവിടെ കുത്തിയിരിക്കുകയാണ് പുള്ളിക്കാരി. ഇഷ്ടപ്പെടാണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. വാ മോളെ എന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ചത് 2 പേർക്കുള്ള ഡ്രസ്സാണെന്നും പറഞ്ഞ്
സച്ചിക്കും രേവതിക്കും ഡ്രസ്സും കൊടുത്തു. മഹിമയ്ക്ക് ലക്ഷ്മിയെ മനസ്സിലായോ എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ ഓ മനസ്സിലായേ. അപ്പോൾ വർഷയാണെങ്കിൽ അവർ കൊണ്ടുപോയ അതായത് നമ്മുടെ വർഷം പെട്ടെന്ന് തന്നെ ലക്ഷ്മി കൊണ്ടുവന്ന ആ സ്വീറ്റ്സിനകത്തുനിന്ന് ഒരു സ്വീറ്റ്സ് ഇത് കൊള്ളാലോ, ഇത് ഡിഫറെൻ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലെടുത്ത് നോക്കുക. ഇത് അച്ചപ്പം അല്ലേ, ആഹാ വർഷങ്ങളായി ഇതൊക്കെ കഴിച്ചിട്ട്, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് വർഷം എടുത്ത് കഴിച്ചു കേട്ടോ. മഹിമയ്ക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല, ചന്ദ്രമതിക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഈശ്വര, സച്ചിൻ്റെ അവരെയും സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. ലക്ഷ്മി ഇരിക്കുക എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല ഞാൻ നിന്നോളാം. അമ്മ ഇരിക്കമ്മേ, അതിനിപ്പോൾ എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹിമയുടെ ഒപ്പം പിടിച്ചിരുത്തി കേട്ടോ നമ്മുടെ ഈ സച്ചി ലക്ഷ്മിയെ. മഹിമയ്ക്ക് വന്ന കലി. മഹിമയാണ് BP കൂടി ഇങ്ങനെ ഇരിക്കുക. ശ്രീകാന്തേ സൂപ്പർ ടേസ്റ്റ്, രേവതി ചേച്ചിയുടെ അമ്മ കൊണ്ടുവന്ന് അടിപൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനും വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പോഴേക്കും രേവതി സച്ചിയെ നോക്കുക കണ്ടോന്നും പറഞ്ഞുകൊണ്ട്. മഹിമയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. ചന്ദ്രമതി ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റ് മഹിമ. എന്ത് പറ്റി പെട്ടെന്ന് പോകുന്നത്, ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്? എനിക്കല്പം തിരക്കുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. അയ്യോ ആൻറ്റി കോഫി കുടിച്ചിട്ട് പോകാം. അതെ നിൻ്റെ അമ്മയ്ക്ക് കൊടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹിമ ഇറങ്ങാൻ തുടങ്ങുക. അമ്മേ ഞാനും വരുന്നുണ്ട്, 1 മിനിറ്റ് ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരുന്നുണ്ട്, അമ്മ ഇവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് മഹിമ അങ്ങ് പോവുക. ചന്ദ്രമതിയാണെങ്കിൽ മഹിമയെ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോവുക കേട്ടോ. മഹിമ ഒന്നും തോന്നില്ല കേട്ടോ, പിന്നീട് ഒരു ദിവസം വരണേ ആൻറ്റി, ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോവുക. മോളെ മാല എവിടെ? അത് ഞാൻ ഷെൽഫിൽ വെച്ചു. ശ്രീകാന്ത് വന്നു, ഞാൻ സ്റ്റുഡിയോയിൽ കൊണ്ടുവിടാം വർഷേ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വന്നു. അപ്പോൾ മഹിമ യാത്ര പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു. ശരി ആൻറ്റി എന്നും പറഞ്ഞ് അവരും പോയി. എൻ്റെ പൊന്നെ, ചന്ദ്രമതിക്ക് വന്ന കലി. ചന്ദ്രമതി ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് വരിക. ഇപ്പം സന്തോഷമായോടി നിനക്ക്? മഹിമ പോയപ്പോൾ സന്തോഷമായോ? വിളിച്ചു പറയാതെ നീ എന്തിനാടി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? വീട്ടിൽ വന്നവരോട് മര്യാദയായിട്ട് സംസാരിക്കുക. വരുന്ന കാര്യം ഇവർക്ക് ഫോൺ ചെയ്തിട്ട് വരായിരുന്നല്ലോ. വർഷയുടെ അമ്മ എന്നെ വിളിച്ചായിരുന്നല്ലോ. അപ്പം ലക്ഷ്മിയുടെ അമ്മ എന്നെ വിളിച്ചായിരുന്നു എന്ന് രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹിമ വന്ന സമയത്ത് തന്നെ എന്തിനാ ഇവള് വന്നത്? രേവതി, മഹിമ ഇവിടെ വരുന്ന കാര്യം നീ നിൻ്റെ അമ്മയോട് വിളിച്ച് പറഞ്ഞായിരുന്നോ? അപ്പോൾ അവൾ പറഞ്ഞിട്ടൊന്നുമില്ല, ഇന്ന് നല്ല നാളായതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു. അപ്പോൾ അമ്മ എന്തിനാ ഇവരോട് താഴ്മയായിട്ട് സംസാരിക്കുന്നത്? അമ്മയ്ക്ക് ഇഷ്ടമുള്ള സമയത്തേക്ക് ഇവിടേക്ക് വരാം, ആരുടെ അനുവാദത്തിൻ്റെ കാര്യമില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, ലക്ഷ്മിയും മുറ പോലെ തട്ടുമായിട്ടല്ലേ വന്നേ, പിന്നെ എന്താ കുഴപ്പം? പിന്നെ തട്ട്, ചീഞ്ഞ ഓറഞ്ച്, ചീഞ്ഞ പൂവ്, കനച്ച അച്ചപ്പം, കുറച്ച് വില കുറഞ്ഞ ഡ്രസ്സ്, ഇതല്ലേ തട്ട്. ഇത് അങ്ങോട്ട് നോക്കിക്കേ, മഹിമ പരിവാരങ്ങളുമായിട്ട് ഇവിടെ കൊണ്ടുവച്ച തട്ടിൻ്റെ എണ്ണം നോക്ക്, ഓരോന്നോലും എന്തൊക്കെ കൊണ്ടുവച്ചേക്കുന്ന കാണുക. ഡ്രസ്സ്, പണം, സ്വർണം എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഡയമണ്ടിൻ്റെ നെക്ലേസ് ഇവള് കൊണ്ടുവന്ന തട്ടിൽ 1 ഗ്രാം സ്വർണ്ണം ഉണ്ടോ? ചന്ദ്രേ, തട്ടിവെച്ച സാധനങ്ങൾ അളന്ന് നോക്കി സംസാരിക്കരുത്. ഇത് കൊണ്ടുവരാനുള്ള മനസ്സ് അതാണ് നീ നോക്കേണ്ടത്. പിന്നെ ചീഞ്ഞ പൂവ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 1 കപ്പ് കാപ്പി പോലും മഹിമയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല, അതിനിടയിലേക്ക് കയറി വന്ന് ഈ സാധനം. ഇവള് വന്നതുകൊണ്ടാണ് മഹിമ പെട്ടെന്ന് പോയത്. രേവതിക്കും ആകെ സങ്കടമായി, ലക്ഷ്മിക്കും. സച്ചിക്കാണെങ്കിൽ കലി വരുന്നുണ്ട് കേട്ടോ. അവളുടെ ഇഷ്ടത്തിന് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ പണ്ടാരോടങ്ങാനായിട്ട്. ഞാൻ ഇറങ്ങാം രവിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടത്തോട് പോകാൻ നോക്കുകയാണ്. പിന്നെ സ്വർണവും പണവും കണ്ട ഇവരുടെ മനസ്സൊക്കെ മഞ്ഞളിക്കും. അമ്മ അതൊന്നും ഒന്നും ബേജാറാവണ്ട, അമ്മ അവിടെ അങ്ങോട്ട് ഇരുന്നേ, ഇവരെന്താ പറയണേന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അമ്മ ഇവിടെ ഇരിക്കുക, അമ്മ പോകേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. അപ്പം നീ എന്താണ് എൻ്റെ അമ്മയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അമ്മ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. വർഷയുടെ അമ്മ 12 തൊട്ട് കൊണ്ടുവന്നു, ഇവർ കൊണ്ടുവന്നു 1 തട്ട്. അതുകൊണ്ടല്ലേ അമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് സുധി അമ്മയെ സപ്പോർട്ട് ചെയ്തു. എടയേട്ടാ, അതെ രേവതിയുടെ വീട്ടിൽ നിന്ന് 1 തട്ടെങ്കിലും വന്നു, മലേഷ്യയിൽ നിന്ന് 1 പ്ലേറ്റെങ്കിലും വന്നോ? പൗഡറേട്ടത്തി, ഞാൻ പറഞ്ഞ ശരിയല്ലേ? വല്ലതും പറയാനുണ്ടോ? ശ്രുതിയാണ് ഇരുന്ന് വാഗ സങ്കടപ്പെടുക കേട്ടോ. ശ്രുതി ചാടി എഴുന്നേറ്റ് അങ്ങ് പോവുകയും ചെയ്തു. ശ്രുതി എന്നും വിളിച്ചുകൊണ്ട് ശ്രുതി പുറകെ പോവുകയാണ്. ചന്ദ്രമതിയാണ് ഇതൊക്കെ കണ്ടിട്ട്, ഇവൻ പറഞ്ഞത് കേട്ടില്ലേ രവിയേട്ടാ, ശ്രുതിയെ ഇൻസൾട്ട് ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പണക്കാരിയായ മകളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടല്ലേ, മരുമകളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ട്, നിങ്ങൾ ഈ രേവതി ഇൻസൾട്ട് ചെയ്യുന്നതോ? അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നീ തന്നെയാ ചന്ദ്രമതി എല്ലാം തുടങ്ങി വെച്ചത്, എന്തിനായിരുന്നു? അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? പിന്നെന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു.
എന്തായാലും ലക്ഷ്മിയോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി ഇരുന്നു. സച്ചി മോനും ഇരുന്നേ. ചന്ദ്രമതി അങ്ങനെ കൊല്ലി തുള്ളി ഇങ്ങനെ നോക്കുകയാണ് ലക്ഷ്മിയെ. എന്നിട്ടോ രേവതിയോട് കാപ്പി എടുക്കാനും പറഞ്ഞു വിട്ടു. ചന്ദ്രമതി കല്ലി തുള്ളി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ചന്ദ്രേ ദേ ഇവിടെ വന്നിരുന്നേ രവീന്ദ്രൻ പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയൊന്നും ഇല്ലാട്ടോ. അതെ, രേവതിയുടെ അമ്മയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. ഇവിടെ വന്നിരിക്കാൻ ചന്ദ്രമതിക്ക് കെട്ടിയോനെ ധിക്കരിക്കാനുള്ള ആ ഒരു ഇതില്ലാത്തത് കൊണ്ട് പതുക്കെ വന്ന് അവിടെ ഇരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ശ്രുതി ആകെ വരണ്ടിങ്ങനെ ഇരിക്കുകയാണ്. സച്ചിയുടെ വാക്ക് കേട്ടിട്ട് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ഒന്നും ഒരു പ്ലേറ്റ് പോലും കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കിയത് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ദേഷ്യത്തോട് കൂടിയിട്ട്. അപ്പോഴേക്കും ചന്ദ്രമതി വന്നു. മോളെ ശ്രുതി എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട്. ആൻറ്റി, സച്ചി പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ അവനിങ്ങനെ പറയാൻ അവസരം കൊടുക്കരുത്. അവന് അടപ്പിക്കണം. അതിന് ഒരേ ഒരു വഴിയുള്ളൂ. നിൻ്റെ അച്ഛൻ ഈ വീട്ടിൽ വരണം. ഇത് കേട്ട് ശ്രുതി ഞെട്ടിയിട്ടോ. അങ്ങനെ വരാനാണ്? ഇല്ലാത്ത അച്ഛനെ കൊണ്ടുവരാൻ പറ്റുമോ? ശ്രുതി ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സി ഓക്കെ, താങ്ക് യു.